السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബുക്കിലെ ബഹുമാനികളെ, പ്രത്യേകിച്ച് സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, ഫതുഹുൽ മുഈൻ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നാം വുളു മുറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ആരൊക്കെ തൊട്ടാൽ വുളു മുറിയും, എങ്ങനെയൊക്കെയാണ് അതിന്റെ മസ്അല എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്തത് ഖാത്തിമത്തുൻ എന്നിട്ടിട്ട് ഒരു പൂർത്തീകരണമാണ്. അതായത് വുളു മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പറ്റാതിരിക്കും, അതിന്റെ വ്യവസ്ഥ എന്താണ്, അതിന്റെ ഹുക്കുമുകൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇനി നമുക്ക് തരുന്നത്. അതിനാണ് ഖാത്തിമത്തുൻ. എന്നിട്ട് ആ വിഷയം അങ്ങോട്ട് പൂർത്തീകരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാനുണ്ട്. അപ്പൊ അത് വുളു കഴിഞ്ഞാൽ പിന്നെ കുളിയായിരിക്കും. ഖാത്തിമത്തുൻ എന്താണ് പറയണത്? യഹ്റുമു ബിൽ ഹദസി, ഹദസ് കൊണ്ട് ഹറാമാവും. ഹദസ് എന്ന് പറഞ്ഞാല് അതായത് മുമ്പ് പറഞ്ഞതുപോലെ മാനിഅ ഉള്ള ഒരു കാരണം, ആ ഒന്നുകൊണ്ട് ഹറാമാവും. അത് വലിയ അശുദ്ധിയുമാവാം, ചെറിയ അശുദ്ധിയുമാവാം. അപ്പോ ചെറിയ അശുദ്ധിയാണെങ്കിലും വലിയ അശുദ്ധിയാണെങ്കിലും ത്വഹാറത്ത് ഇല്ലാതിരിക്ക എന്ന് പറഞ്ഞ മൻഇ എന്ന കാരണം കൊണ്ട് ഹറാമാകുന്ന വിഷയങ്ങൾ, ത്വഹാറത്തിന്റെ അദമ്, ത്വഹാറത്ത് ഇല്ല, ശുദ്ധി ഇല്ല എന്നതുകൊണ്ട്, എന്ന കാരണം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്ന വിഷയമാണ് എടുക്കുന്നത്. അപ്പൊ യഹ്റുമു ബിൽ ഹദസി, അശുദ്ധി കൊണ്ട് ഹറാമാവും. വലിയ ശുദ്ധിയാണട്ടെ അല്ല ചെറിയ അശുദ്ധിയാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ആ വുളു മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ വുളു ഇല്ലാതെ വന്നാൽ അതൊരു കാരണമാണല്ലോ. അതുകൊണ്ട് ഹറാമാണ് എന്ത്? സ്വലാത്തു നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം ഫറളാണെങ്കിലും സുന്നത്താണെങ്കിലും നേർച്ചാക്കിയതാണെങ്കിലും ഖളാ വീട്ടുന്നതാണെങ്കിലും ജമ്മും കസുറാക്കുന്നതാണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിൽ പോലും, അത് കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒരാൾക്കും ഏത് പറ്റില്ല? നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഹറാമു എന്നാ പറഞ്ഞത്. അപ്പൊ ഹറാമു എന്ന് പറഞ്ഞാല് വുളു ഇല്ലാതെ ഒരു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടെ കുറ്റം കിട്ടും. വുളു ഇല്ലാതെ നിസ്കരിച്ചിട്ടല്ലേ ഉള്ളൂ. അതിപ്പോ വലിയ കാര്യത്തിലെടുക്കണം. ഞാൻ മടക്കി നിസ്കരിച്ചാൽ പോരെ എന്നല്ല. വുളു ഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്നത് ഹറാമാണ്. ഹറാമു എന്ന് പറഞ്ഞാല് ഉപേക്ഷിച്ചാൽ കൂലി, അങ്ങനെയാണല്ലോ. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കുറ്റം. ഉപേക്ഷിച്ചാൽ കൂലിയും കിട്ടും, അല്ലെ? അപ്പോ വുളു ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ ഉപേക്ഷിക്കല്. അപ്പോ ഹറാമാണ്. സ്വലാത്തുൻ, അതുപോലെ തന്നെ തവാഫുൻ, തവാഫ് ചെയ്തു, വുളു ഇല്ലാതെ തവാഫ് ചെയ്തു, അത് ഹറാമാണ്. അപ്പൊ തവാഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വുളു നിർബന്ധമാണ്. അതുകൊണ്ടാണ് തവാഫിന്റെ മസ്അലയിൽ നമ്മൾ വുളു മുറിയുന്ന കാര്യങ്ങളിൽ, പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള തൊടലിനെ കുറിച്ചുള്ള മസ്അലയില് അവിടെ നമ്മൾ ഏത് മസ്അല എടുക്കും? പിന്നെ ഹനഫി മദ്ഹബിലെ മസ്അല എടുക്കുന്നു. നമ്മളെ മദ്ഹബിൽ അത് ബഈദായ ഒരു മസ്അലയുണ്ട്, അതിനെയും നമ്മൾ പരിഗണിക്കുന്നു എന്ന് അവിടെ വിശദീകരിച്ചത്. തവാഫുൻ, അത് ബിൽ ഹദസി യഹ്റുമു ബിൽ ഹദസി തവാഫും സ്വലാത്തും തവാഫുൻ. സ്വലാത്ത് ഹറാമാണ്. തവാഫുൻ, തവാഫുൻ ഹറാമാണ്. സുജൂദുൻ, സുജൂദ് ചെയ്യലും ഹറാമാണ്. പിന്നെയോ ഹംലു മുസ്ഹഫിൻ, മുസ്ഹഫിനെ ചുമക്കുക, മുസ്ഹഫ് എടുക്കുക, ഇതും എന്താണ്? ഹറാമാണ്. വമാ, ചില അഷിയാക്കൾ, ചില വസ്തുക്കൾ, കുത്തിബ ഖുർആനിന് എഴുതപ്പെട്ടു, അങ്ങനത്തെ ഒന്നിനെയും ഹംല് ചെയ്യല് ഹറാമാണ്. ദർസ് ഖുർആനിൻ, ഖുർആന് പഠിപ്പിക്കാൻ വേണ്ടി, ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി എഴുതിയ ഒരു പേപ്പറാണ്, അതല്ലെങ്കിൽ ഒരു പലകയാണ്, അവിടെയൊക്കെ തൊടൽ എന്താണ്? ഹറാമാണ്. എന്ന് വെച്ചാല് അവിടെ ശറഹ് വിശദീകരിച്ചു തരുന്നുണ്ട്, ആദിയായിട്ട് എഴുതുന്നത് എന്നർത്ഥം. ആദിയായിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പൊ ആദിയായിട്ട് എഴുതുന്നതാണ് ഏത്? നമ്മൾ ഈ പലകയിലൊക്കെ ആയിരുന്നു മുൻകാലങ്ങളില്. പിന്നെ അത് കടലാസായിട്ട് മറിഞ്ഞു, അങ്ങനെയാണുള്ളത്. ഇനിയിപ്പോ അതും കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഇങ്ങനെ പിന്നെ ബട്ടൺ അമർത്തിയിട്ട് എഴുതി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതും ഈ ഹുക്കുമിൽ പെടും. അതും ആദിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആദിയായിട്ട് സാധാരണഗതിയിൽ എഴുതുക എന്ന് പറഞ്ഞതിന് ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കളായിട്ട് വരുന്നത് എന്നർത്ഥം. പക്ഷെ ഷറഹിൽ വിശദീകരിക്കുന്നുണ്ട്,
ആദി അല്ലാതെ എഴുതുന്ന ചില തൂണുകളും ഒക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ തൂണുകളിലൊന്നും എഴുതി വെക്കുന്നത് അത് ആദത്തിൽ എഴുതുന്ന ഇതല്ല. അതുകൊണ്ട് അവിടെ തൊടാൻ പറ്റും എന്ന് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നുകൂടി മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ കൈവശം വെച്ചിരിക്കുന്ന മൊബൈലുകളും മറ്റും ഒക്കെ അതിന്റെ അകത്ത് ഖുർആൻ ഉണ്ട്, ശരിയാണ്. പക്ഷെ അത് നമ്മൾ ഓഫ് ചെയ്താലും അത് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നതാണ്. അപ്പോൾ ആദിയായിട്ട് എഴുതുക എന്ന് പറഞ്ഞതിൽ അത് പെടുന്നില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അതടിസ്ഥാനത്തിൽ അത് ആ മൊബൈൽ ചുമക്കുന്നതിന് വുളു വേണ്ട എന്ന് ഈ പറഞ്ഞതിന് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ സാധനത്തിന്റെ ഉള്ളിൽ തന്നെ മറ്റു പലതും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ അതിൽ വെക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ഇപ്പോൾ പുതിയ മസ്അലപരമായിട്ടുള്ള ഗവേഷണത്തില് നമ്മുടെ UAE പോലുള്ള ഔക്കാഫിന്റെ ഒക്കെ കീഴിലുള്ള ചർച്ചകളിൽ വന്നിട്ടുമുണ്ട്. അവരുടെ കിതാബിൽ അത് രചിച്ചിട്ടുമുണ്ട്. ഇബ്തിദാഉ തജ്വീദ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഖുർആൻ വെക്കല് തെറ്റാണ്, ഹറാമാണെന്നുള്ള ഫത്വ തന്നെ അവർ കൊടുത്തിട്ടുമുണ്ട്. ആ കിതാബിലുണ്ട് താനും. അപ്പോ അതും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അത് മറ്റുള്ള സാധനങ്ങളുടെ ഇടക്കാണ്. എന്നാൽ ഖുർആന് മാത്രമായിട്ട് വെക്കുന്ന ചിപ്പികളുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ളതാകുമ്പോൾ അത് പ്രശ്നമില്ല, അത് വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഖുർആൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അതിലില്ല എന്നതാണ്. അപ്പൊ സാധാരണ ഗതിയിൽ ആദിയായിട്ട് എഴുതുക എന്ന് പറഞ്ഞ ഗണത്തിലേക്ക് അത് വരുന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അപ്പോൾ അത് ചുമക്കുന്നതിന് വുളു വേണ്ട എന്നാണ്. ഇനി അത് ആദത്തായി വരുന്ന ഒരു രീതി ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെയും നമുക്ക് മസല പറയുമ്പോൾ പ്രശ്നമുണ്ട്. എന്താണ്? വുളു മുറിയുമെന്നാണ്. വമാ കുത്തിബ ലി ദർസിൻ വമാ കുത്തിബ വമാ ചില അഷിയാക്കൾ കുത്തിബ ഖുർആൻ എഴുതപ്പെട്ടു ദർസിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വലൗ ബഅള ആയ, അത് ആയത്തിൽ നിന്ന് കുറച്ചാണെങ്കിലും ശരി. കലൗഹിൻ, ഏതുപോലെ പലക പോലുള്ളതുമേ ബോർഡ് പോലുള്ളതുമേ ബ്ലാക്ക് ബോർഡ് ഇതിലൊക്കെ ഉള്ളത് എഴുതിയതുപോലെ. അതുകൊണ്ടാണ് പഴയകാല ആലിമികൾ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ചോക്കപ്പൊടിയിൽ നിന്നുള്ള ഖുർആൻ താഴെ വീഴുന്നത് വരെയും ശരി അത് സൂക്ഷ്മത പാലിക്കണമെന്നും വേണ്ടി എഴുതാൻ മടിച്ചിരുന്നു എന്നും കേട്ടിരുന്നത്. അപ്പോ അത്രക്കും മുഖവരക്ക് എടുക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അവസരം. അപ്പൊ അതാണ് വലവ് ബഅള ആയത്തിൻ, അതൊരു ആയത്തിന്റെ ബഅള് അതിന്റെ ഒരു ഭാഗമാണെങ്കിലും ശരി, ഒരായത്ത് ഫുള്ളില്ല എന്നാണ്. എന്നാൽ ഈ വലവ് ബഅള ആയത്തിൻ എന്നതിന്റെ ലാഹിർ തുഹ്ഫയിലൊക്കെ കാണാം. അവിടെ ആ ബഅള് ഒരു ജുംലത്തും മുഫീദ ആയിരിക്കണം. അതുകൊണ്ടൊരർത്ഥം അതുകൊണ്ട് കിട്ടുന്നതായിരിക്കണം. അതാണല്ലോ കലാമുന ലഫ്ളും മുഫീദും ഗസ്തഖിം, അല്ലെ? കലാമെന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ എന്നതുപോലെ ഇവിടെ ഒരു ഫായിദ ജപിക്കുന്ന ഒരു ജുംല ആയിരിക്കണം എന്ന അഭിപ്രായം തുഹ്ഫയിലുണ്ട്. പക്ഷേ ബാജൂരിയിലും അതുപോലെ തന്നെ ബാജൂരിയല്ല കുർദിയിൽ കാണുന്ന എന്താണ്? വലു ഹർഫൻ എന്നാണ്. ഖുർആനിൽ നിന്നുള്ള ഒരു ഹർഫ് ആണെങ്കിലും എന്ത് വേണം? എന്താണ്? ഹർഫ് ആണെങ്കിലും പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ആകുമ്പോൾ ഒരു ഹർഫാണെങ്കിലും വുളു ഇല്ലാതെ തൊടാൻ പറ്റൂല എന്നാണ്. നോക്കൂ, അങ്ങനെയാണ് അവിടുത്തെ വിഭാഗം. അപ്പൊ പല ഗ്രന്ഥങ്ങളിലും ഫിഖഹിൽ തന്നെ മദ്ഹബ് ഷാഫിയിൽ തന്നെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ ആയത്തിന്റെ ബഅളാണെങ്കിലും ശരി, എന്നാൽ എന്താണ്? തൊടല് ഹറാമാണെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് ഇബാറത്ത് ഈ കിതാബിന്റെ ഉമ്മയാണല്ലേ ഇത് തുഹ്ഫയിലെ ഇബാറത്ത് എങ്ങനെയാണ്? അവിടെ ഒരു ജുംലയെ ഫായിദ ഒപ്പിക്കണം എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം കിട്ടണം എന്നർത്ഥം, എന്നൊരർത്ഥം കിട്ടുന്ന ഇതായിരിക്കണം കുറച്ചാണെങ്കിലും. അതേ സമയത്ത് അപ്പൊ ഒരു ഹർഫാണെങ്കിലോ എന്ന് സംശയം വീണ്ടും വരും. അപ്പൊ ഒരു ഹർഫാണെങ്കിലും വുളു വേണം ഖുർആനിൽപ്പെട്ടതാണ് എങ്കിൽ എന്ന് കുർദിയും വിശദീകരിച്ചിട്ടുണ്ട്. വലോബായത്തിൻ. അപ്പൊ വലാസിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ഇവിടങ്ങളിലെല്ലാം സൂക്ഷ്മത തന്നെയാണ് വേണ്ടത്. കാരണം പരിശുദ്ധ ഖുർആൻ ആയതുകൊണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഫിഖ് മസ്അല ക്ലാസ് റൂമിലൊക്കെ മൊബൈൽ ഖുർആൻ വെക്കാൻ പറ്റുമോ, ഓതാൻ പറ്റുമോ, തൊടാൻ വേണോ എന്നുള്ള മസ്അലൊക്കെ പ്രതിപാദിച്ചപ്പോ നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ഖുർആനിന്റെ അയിന് പ്രത്യക്ഷപ്പെടുന്നു എങ്കിൽ അവിടെ എന്തു വേണം? വുളു വേണം. അപ്പോ മൊബൈലൊക്കെ ആണെങ്കിലും കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അയിന് അവിടെ കാണുന്നുണ്ട്. അപ്പൊ തടവിയാൽ കാണുന്നില്ലല്ലോ, ശരിയാണ്. തടവിയാൽ നമ്മളവിടെ പേപ്പറിലാണെങ്കിലും കാണുന്നില്ലല്ലോ. അപ്പൊ രണ്ടും ഒരു ഹുക്കുമിലേക്ക് വരും. അപ്പോഴും അവിടെയും സൂക്ഷ്മത എന്ത് തന്നെയാണ്, വുളു വേണമെന്നാണ്. ഈ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ പിന്നെ കണ്ണാടിയിൽ കാണുന്നത് പോലെ എന്ന അഭിപ്രായം പറഞ്ഞ ഉലമാക്കൾ വേറെ വശത്തുണ്ട്. അതും എന്ത് അഭിപ്രായമുണ്ട് എന്ന് പറയുന്നതും പറയാം. പക്ഷെ സൂക്ഷ്മതയും ഖുർആനിന്റെ ഇഹ്തിറാമും താദീമും നോക്കുമ്പോൾ വുളു വേണമെന്ന മസ്അലയാണ് നമുക്ക് ഏറ്റവും
അഭിപ്രായമായിട്ട് പറയാനും അത് മനസ്സിലാക്കാനും കഴിയുന്നത് എന്നുകൂടി ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ വൽ ഇബ്റത്തു, ഇനി വേറെ വിഷയത്തേക്ക് വരാം. വൽ ഇബ്റത്തു ഫി ഖസ്ദി ദിറാസത്തി, പഠിക്കാനാണ് എന്ന ഉദ്ദേശത്തിലുള്ള പരിഗണന. അല്ല വ തബറുക്ക്, ഇത് തബറുക്കിന് വേണ്ടി എഴുതിയതാണ്. തബറുക്കിന് വേണ്ടി എഴുതാമെന്നപ്പോ കിട്ടി. അപ്പൊ മുജൈദ് മഖ്ദൂമിന്റെ കാലഘട്ടത്തിൽ പോലും ഈ വിഷയം നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്, തബറുക്കിന് വേണ്ടിയിട്ട് എഴുതാം. അതെങ്ങനെയാണ്, ബിഹാലിൽ കിതാബത്തി, കിതാബത്തിന്റെ അവസ്ഥ കൊണ്ടാണ് ഇബ്റത്ത്. പിന്നെ എപ്പോഴല്ല, ദൂനമാ ബാധ, എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ളതല്ല പരിഗണിക്കുക. എഴുതുന്ന ആ കിതാബത്തിന്റെ ഹാല്, എഴുതുന്ന അവസ്ഥ, അപ്പോഴാണ് അതിന്റെ ഇത് എന്തിനാണെന്നുള്ള തീരുമാനം മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടുമാണ്, വബിൽ കാത്തിബി, എഴുതുന്ന ആളെ കൊണ്ടുമാണ് പരിഗണിക്കുക. ഈ നഫ്സി, സ്വന്തത്തിന് വേണ്ടിയിട്ടാണോ, ഔല് കാര്യയില് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണോ, അത് തന്നെ തബറുഅൻ, അതായത് വെറുതെ ഒരു ഉജറത്തിക്കോ കൂലിക്കോ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ തബറു ആയിട്ട് എഴുതുന്ന ആളുടെയും കിതാബത്തിന്റെയും ഹാലിനെ പരിഗണിച്ചു കൊണ്ടിട്ടാണ് ഇബ്റത്ത് പരിഗണിക്കുക. അപ്പോഴാണ് നമ്മളത് ദിറാസത്തിനാണോ തബറുക്കനാണോ എന്നുള്ള പരിഗണന വെക്കുക. അതല്ല തബറുന് അല്ല ഇല്ല, അങ്ങനെ തബറുന് അല്ല എങ്കിൽ അപ്പൊ പിന്നെ ഇബ്റത്ത് എങ്ങനെയാണ്, ആമിർ ആരാണോ ഇത് എഴുതാൻ വേണ്ടി പറഞ്ഞു ആ ആളിതാ നോക്കാം. ഒരാളിങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോ ആ ആളുടെ മക്സദ് എന്താണ്, ദിറാസക്ക് വേണ്ടിയിട്ടാണ് ദിറാസ, തബറുക്കാണെങ്കിൽ തബറുക്ക്, അങ്ങനെയാണ് വെക്കുക. അപ്പോ പിന്നെ ഖസ്ദ് ദിറാസത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞതിലുള്ള പരിഗണന, അല്ലെങ്കിൽ തബറുക്കനാണോ എന്നതിലൊക്കെയുള്ള പരിഗണന എങ്ങനെയാണ്, ഈ പറഞ്ഞ പിന്നെ കാത്തിബിന്റെയും കിതാബത്തിന്റെയും ഹാലിനെ നോക്കിയിട്ടാണ്. അത് തബറു ആയിട്ടാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നോക്കുന്ന എപ്പോഴാണ്, ആമിറിന്റെ, അതായത് എഴുതാൻ വേണ്ടി കൽപ്പിച്ച ആളുടെ അവസ്ഥ നോക്കിയിട്ടാണ് എന്നർത്ഥം. പിന്നെ പിന്നെ എന്തല്ല, ലാ ഹംലുഹു, ആ ഖുർആനിനെ ചുമക്കൽ എന്തില്ല, ഹറാമില്ല. മഅ മതാഇൻ, ചിരക്കുകളോട് കൂടെ. എന്താ പറഞ്ഞത്, ഇപ്പൊ ഖുർആൻ ഉണ്ട്, നമ്മളിപ്പോ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് നാട്ടിൽ പോവാ. അപ്പൊ വേറെ കുറെ സാധനങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ നമ്മൾ മുസാഫും വെച്ചിട്ടുണ്ട്. ഇവിടെ മുസാഹഫ് എന്നുള്ള കസ്തത്തിലല്ല, നമ്മൾ ആ ചരക്കുകളൊക്കെ പാടെ എന്നുള്ള മജ്മുഇനെയാണ് കാണുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഹംല് ചെയ്യൽ കുഴപ്പമില്ല. അപ്പോൾ എന്താ കാരണം, വൽ മുസാഫ് ഗൈറു മഖ്സൂദ് ബിൽ ഹംലി, അപ്പൊ മുസാഫ് എന്നതിന് വൽ മുസാഫ് മുസാഫാവുന്ന ഗൈറു മഖ്സൂദിൻ, ഉദ്ദേശമില്ലാത്തതാണ്. എന്തുകൊണ്ട്, ബിൽ ഹംലി, ചുമക്കൽ കൊണ്ട് നമ്മളതിനെ കയ്യിൽ പിടിക്കുന്നുണ്ട്, ഏറ്റുന്നുണ്ട്, ട്രോളി കൊണ്ടുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ മുസാഫ് എന്നുള്ള ഉദ്ദേശം നമ്മളെ ചരക്കുകൾ മൊത്തം എന്നുള്ള ഉദ്ദേശമാണ്. അതുപോലെ തന്നെ മസ്സു വറഖഹി, ആ ഖുർആനിന്റെ ഒരു വറക്കയെ തൊടുന്നതിനും എന്തല്ല, അതിനും എന്ത് വേണ്ട, വുളു വേണ്ട എന്നാണ്. ഹദസോട് കൂടെ അത് ഒരു വൻകുറ്റങ്ങളിൽ പെട്ടത് അല്ല. നിസ്കാരങ്ങളോ മറ്റതൊക്കെ ഉള്ളതുപോലെയല്ല. അപ്പൊ ഒരു വറക്ക, ഒരു പേജ് വരച്ചു, അല്ലെങ്കിൽ ഒരു ബയാള്, അതിന്റെ വെള്ള, ആ വെള്ളയിലൊക്കെ എന്താക്കിയൊന്ന് തൊട്ടു, ഇതിനൊന്നും വേണ്ട. അല്ലെങ്കിൽ അത് വെച്ച പിന്നെ ഓറ ഖുർആൻ വെക്കാൻ വേണ്ടിയിട്ട്, അതൊന്നും അല്ല, അതിലൊന്നും അല്ല ഈ പറയുന്ന ഹുക്കുമ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. അപ്പോ വമസ്സു വറഖഹി, ഖുർആനിന്റെ എഴുതിയ വറക്ക, അത് തൊടല്, അതും എന്തെന്നെയാണ്, വുളു ഇല്ലാതെ ഹറാമാണ്. വരവുൽ ബയാദ, അത് അതിന്റെ ബയാദ്, ആ എഴുത്തില്ലാത്ത സ്ഥലത്താണെങ്കിലും ശരി. അതേ സമയത്ത് വലിയൊരു പലകയിൽ എഴുതി, പലകന്റെ മുകളിലാണ് എഴുത്ത്, താഴെ നമ്മൾ തൊടുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ആദ്യത്തില് അത് നമ്മുടെ ഉപയോഗത്തിലേക്ക് എത്തുന്നതല്ല എന്നത് ഷറഹിൽ കാണാൻ സാധിക്കും. ഔ നഹദു ലർഫിൻ, അല്ലെങ്കിൽ ഒറയെ തൊട്ടു, ആ ലർഫിനെ തയ്യാറാക്കി വെച്ചത് ലഹു ഖുർആന് വേണ്ടിയിട്ടാണ്. ഏത് സീൽ വഹുവ ഖുർആൻ ഫീഹി, ആ ലർഫിലുണ്ട്. അപ്പോ ഒറയിൽ ഖുർആൻ ഉള്ളതോട് കൂടെ അതിനെ തൊട്ടൽ എന്താണ്, തൊട്ടാല് വുളു ഇല്ലാതെ തൊട്ടൽ ഹറാമാണ്. ഇപ്പോൾ പുതിയൊരു മസലുണ്ട്, പിന്നെ ഖുർആൻ പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോ പെണ്ണുങ്ങൾക്ക് പിന്നെ മെൻസസോ മറ്റോ ഉണ്ടെങ്കിൽ കയ്യിൽ ഒറട്ടിട്ടിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് തൊടാൻ പറ്റുമെന്ന്, അതൊരിക്കലും പറ്റില്ല. അപ്പൊ അത് വുളുവിന്റെ അവയവം കൊണ്ട് തൊടുന്നതാവട്ടെ, അല്ലാത്ത അവയവം കൊണ്ട് തൊടുന്നതാവട്ടെ, അതല്ലെങ്കിൽ കയ്യിൽ വല്ല ഒറ എന്തേലും വെച്ചിട്ട് തൊടുന്നതാവട്ടെ, ഏതായിരുന്നാലും വറക്കയോ അതിന്റെ എഴുതിയ കടലാസ് അതിനെയോ സഫായനെയോ അതുപോലെ തന്നെ അതിന്റെ ബയാദിനൊക്കെ തൊടുന്നത്, ഖുർആനിന്റെ ബയാദിനൊക്കെ തൊടുന്നത് ഹറാമാണ്. വഹുവ ഖുർആനാവുന്ന ഫീഹി, ആ ലർഫിലുണ്ട്. പിന്നെ എന്തല്ല, ലാ ഖൽബ് വറക്കയെ, ആ ഖുർആനിന്റെ വറക്കയെ എങ്ങനെ മറിച്ചു, ബി ഉദുൻ, ഒരു കൊള്ളി കൊണ്ട്, ഒരു ചെറിയ ഈർക്കിളി കൊണ്ട് എന്തെങ്കിലും പതി എങ്ങനെയാണ് മറിച്ചിട്ടു, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇതാരം എംഫസിർ അലഹി,
ആ ഉഴുതിന്റെ മേല് ഖുർആന് മുൻഫസിലായിട്ടില്ല എങ്കിൽ അതിന്റെ കൂടെ അങ്ങോട്ട് അടർന്ന് പോന്നോ എന്നാ ഹറാമാണ്. വലാ മഅ തഫ്സീരിൻ, തഫ്സീറോട് കൂടെയും ഹറാമില്ല. സാധാ തഫ്സീർ കൂടുതലാണ്, തഫ്സീർ കൂടുതലുണ്ട്, ആയത്ത് ഏത് അതിന്റെ അക്ഷരങ്ങളിലല്ല. അതായത് ഖുർആനിന്റെ മായന തഫ്സീർ കൊണ്ട് തീർക്കാൻ കഴിയണമല്ലോ. പക്ഷെ അതിന്റെ ഹുറൂഫുകളും അതിന്റെ വരികളും നോക്കുമ്പോൾ കൂടുതലായിട്ട് ഏതുണ്ട്, ഇരട്ടി ഏതുണ്ട്, തഫ്സീറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ തൊടാനും എന്ത് വേണ്ട, വുളു ഇല്ലാതെ തൊടാം. തൊടണം എന്നല്ല, തൊടാം. തഫ്സീർ തൊടാം, ഇതൊക്കെ സുന്നത്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ തഫ്സീറുൽ ജലാലൈനി, തഫ്സീർ ജലാലൈനി പോലത്തതൊക്കെ തൊടാൻ വുളു വേണം. അതോടെ സൂക്ഷ്മത അതാണ്. നമുക്ക് മുഗനി പോലുള്ള കിതാബുകളിലൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോ തഫ്സീർ ജലാലൈനി പോലുള്ളതില് അത് ഏകദേശം ഒരേ കണക്കിലാണ് വരിക, ആയത്തും അതിന്റെ മായനയും. അതുപോലെ മുഖ്തസറായ തഫ്സീറുകൾ എന്ന് ഇന്ന് നമുക്ക് കിട്ടും. അതും തൊടാൻ എന്ത് വേണം, വുളുവും വേണം. കൂടുതലാണെങ്കിൽ എന്ത് വേണ്ട, വുളു വേണ്ട. അപ്പൊ പിന്നെ ഒരു സംശയം വരും, ഖുർആൻ തഫ്സീർ ഇങ്ങനെ നോക്കണം. അപ്പൊ ചില പേജുകളിൽ ഏതുണ്ടാവും, ഖുർആനിലെ ആയത്തുകൾ കൂടുതലും തഫ്സീർ കുറവായിട്ട്. അപ്പൊ അവിടെയോ, അവിടെ തൊട വുളു വേണം. ഉദാഹരണത്തിന് തഫ്സീറുൽ വസീത്ത് എന്ന് പറഞ്ഞ തഫ്സീർ ഉണ്ട്. ഈ തഫ്സീറും എങ്ങനെ തന്നെയാണ്, അതൊരു ബിൽജുംല അർത്ഥം മാത്രം പറഞ്ഞു തരുന്നതാണ്, അവിടെ വേണം. അങ്ങനെ പുതിയ ഒരുപാട് തഫ്സീറുകൾ ഉണ്ടല്ലോ. അപ്പൊ അത്തരം തഫ്സീറുകളൊക്കെ മുഖ്തസറായ തഫ്സീറുകൾ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വെക്കുന്ന തഫ്സീറുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ആവുമ്പോൾ അത് തൊടാൻ എന്തുവേണം, വുളു വേണം. സൂക്ഷ്മത അതാണ് നമുക്ക് ശറഹെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളിടത്ത് വേണ്ട എന്നുള്ളതാണ്. വരാമ തഫ്സീർ അതേപോലെ ഇഹ്തിമാലൻ, അത് നമുക്ക് കണക്ക് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എല്ലാം ഇത്രയാണ് ഇങ്ങനെ കണക്കാക്കാനും പറ്റൂല. ഏകദേശം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് തൊടാൻ എന്തുവേണം, വുളു വേണം. വലായംനു സബിയും മുമയ്യിത്തുൻ, അത് വേറെ വിഷയത്തിലേക്ക് പോവാണ്. നാളെ നമുക്ക് അതിന്റെ ബാക്കി പൂർത്തീകരിക്കാം. ഖൈറിനെ പറയാൻ, അത് കേൾക്കാൻ, പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.